സോ വെൽക്കം ടു ബൂട്ട് ക്യാമ്പ് ഡേ 6 ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ട്രേഡിംഗ് വ്യൂ ട്യൂട്ടോറിയലാണ്. സോ ട്രേഡിംഗ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് അനാലിസിസ് ചെയ്യാനും നമ്മുടെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ട്രേഡിംഗ് വ്യൂ. സോ ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് വേർഷൻസ് അവൈലബിൾ ആണ്. സോ ഞാൻ ഇവിടെ ട്യൂട്ടോറിയൽ ചെയ്യണത് അതിൻ്റെ വെബ് വേർഷനാണ്. ബട്ട് ആപ്പിലോട്ട് പോയി കഴിഞ്ഞാലും ടൂൾസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എങ്ങനെയാണ് ഇതിനകത്ത് സൈനപ്പ് ചെയ്യണത് ആൻഡ് ഇതിനകത്ത് ബേസിക്കായിട്ട് ചാർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലോഡ് ചെയ്യണത് ആ ഒരു കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ജസ്റ്റ് ഗൂഗിളിലോട്ട് പോവുക, എന്നിട്ട് ട്രേഡിംഗ് വ്യൂ എന്നൊന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ട്രേഡിംഗ് വ്യൂ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ട്രേഡിംഗ് വ്യൂയുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ടാവും. ട്രേഡിംഗ് വ്യൂ ട്രാക്ക് കോൾ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സോ ക്ലിക്ക് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ. ഇതിൻ്റെ പെയ്ഡ് വേർഷൻ ഉണ്ട്, ഫ്രീ വേർഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രീ വേർഷൻ മതി. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സോ അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. സൈനപ്പ് കൊടുക്കാം, എന്നിട്ട് കണ്ടിന്യൂ വിത്ത്. ഞാൻ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് സൈനപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു മെയിൽ യൂസ് ചെയ്തിട്ടാണ് സൈനപ്പ് ചെയ്യണത്. അപ്പോൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യാം ആൻഡ് ടേംസ് ആൻഡ് യൂസ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈനപ്പ് ആയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കാണാം. അതിൻ്റെ റൈറ്റിലൊരു പ്രൊഡക്റ്റ് കാണാം. സോ പ്രൊഡക്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർ ചാറ്റ്സ് കാണാം. ദ വൺ ടെർമിനൽ ടു റൂൾ ദ മോൾ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മെയിനായിട്ട് യൂസ് ചെയ്യണ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരണത്. ഇപ്പോൾ ഈ ഒരു സൂപ്പർ ചാർട്ട് ക്ലിക്ക് ചെയ്യുക. സൂപ്പർ ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചാർട്ട് കാണാം, റൈറ്റ് സൈഡ് ഒരു വാച്ച് ലിസ്റ്റ് കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇവിടെ SPX, NDQ, NQ, DJI, വിക്സ്, DXY, ആപ്പിൾ, ടെസ്ല, നെറ്റ്ഫ്ലിക്സ്, പിന്നെ US ഓയിൽ, ഗോൾഡ്, സിൽവർ, അങ്ങനെ ഒരുപാട് അസറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റിലോട്ട് വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് മൊത്തമായിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇവിടെ അതിൻ്റെ റൈറ്റ് നോട്ട് ഇവിടെ മൗസ് പോയിന്റർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. സോ ഇതെങ്ങനെ ആഡ് ചെയ്യേണ്ടത് ഞാൻ പറയാം. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒക്കെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചാർട്ടും നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ഓക്കെ, സ്റ്റോക്സിൻ്റെ ചാർട്ട് വേണമെങ്കിൽ സ്റ്റോക്സിൻ്റെ ചാർട്ട് ആക്സസ് ചെയ്യാം, ക്രിപ്റ്റോ പേയേഴ്സ് ആക്സസ് ചെയ്യാം, ഫോറക്സ് പേയേഴ്സ് ആക്സസ് ചെയ്യാം, ഇൻഡീസസ് ആക്സസ് ചെയ്യാം. ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം, ഒരു ഗ്ലോബൽ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കറൻസി പേയേഴ്സ് മാത്രം ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ വാച്ച് ലിസ്റ്റ്, ഇതാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ്. ഒക്കെ പബ്ലിഷിന് താഴെയുള്ള ഈ ഒരു വാച്ച് ലിസ്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നമുക്ക് വേണ്ടത് അത് ഇവിടെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എനിക്ക് വേണ്ടത് EURUSD ആഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, EURUSD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ EURUSD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് EURUSD കാണാം. ഇതിൻ്റെ റീസൺസ്, ഫോറക്സ് മാർക്കറ്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. ഓക്കെ, എല്ലാ ബ്രോക്കേഴ്സിലും സെയിം പ്രൈസ് ആയിരിക്കണം എന്നിട്ട് പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, സോ അത് ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എല്ലാത്തിലും സെയിം ആയിരിക്കും. ബട്ട് ഇവിടെ EURUSD കറൻസി ബേസിൻ്റെ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും, കാരണം ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ചാർട്ട് നമുക്ക് കാണാം. EURUSD, വാണ്ട, FXCM, ടിക്മിൽ, forex.com, CMC, ഇതൊക്കെ ബ്രോക്കേഴ്സാണ്. ഞാനിവിടെ പേഴ്സണലി യൂസ് ചെയ്യണ ചാർട്ട് ഈ ഒരു forex.comൻ്റെ ചാർട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ റൈറ്റിൽ വന്നിട്ട് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ലിസ്റ്റിലോട്ട് EURUSD വന്നിട്ടുള്ളത് കാണാം. ഓക്കെ, ഇത് നമ്മുടെ EURUSDയുടെ ചാർട്ടാണ്. പിന്നെ ഞാൻ GBPUSD കൂടെ ആഡ് ചെയ്യണം. GBPUSD സെർച്ച് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം forex.com, അതും എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗോൾഡ് ആഡ് ചെയ്യണം. ഓക്കെ, ഗോൾഡ് പെയർ ആഡ് ചെയ്യണം. ഗോൾഡിൻ്റെ സിമ്പിൾ നെയിം പറയുന്നത് XAUUSD ആണ് ഗോൾഡിൻ്റെ സിമ്പിൾ നെയിം പറയുന്നത്. ഓക്കെ, അപ്പോൾ XAUUSD സെർച്ച് ചെയ്യുക. ഇവിടെ ഞാൻ forex.comൻ്റെ ചാർട്ടാണ് ആഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കാണാം, നമ്മുടെ ഗോൾഡിൻ്റെ ചാർട്ട് നമുക്ക് കാണാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലോട്ട് നമുക്ക് ആവശ്യമുള്ള പേജ് നമ്മൾ ആഡ് ചെയ്യണത്.
പിന്നെ നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് ടൈം ഫ്രെയിംസ്. ഓക്കെ, ഇവിടെ XAUSD കാണാം. അതിൻ്റെ റൈറ്റിനായിട്ടൊരു 15 മിനിറ്റ് എന്നുള്ളൊരു സാധനം കാണാം. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഫ്രെയിംസിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി ഇവിടുത്തെ ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യണത് ഓരോ 15 മിനിറ്റ് ആണ്. ഓക്കെ, അതായത് ടൈം ഫ്രെയിം 15 മിനിറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ 15 മിനിറ്റിൽ നടന്ന പ്രൈസ് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ടൊന്ന് 1 ഡേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യണത് ഓരോ ദിവസം നടന്ന പ്രൈസ് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കറൻറ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് വരുന്നത് $3964.38. ഓക്കെ, ഇതിൻ്റെ അകത്ത് കറൻ്റ്ലി ഈ ഒരു ക്യാൻഡിൽ റണ്ണിങ് ആണ്. ഓക്കെ, ഒരു 16 മണിക്കൂർ കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇന്നത്തെ ഡേ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16 hours കൂടി ഉണ്ട്. അപ്പോൾ അത് എൻഡ് ചെയ്താലേ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഇന്നലെ നടന്ന പ്രൈസ് ആക്ഷനാണ് 4th നവംബറിന്. ഓക്കെ, എവിടെ ഓപ്പൺ ചെയ്തു, എവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, എവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, എവിടെ ക്ലോസ് ചെയ്തു, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിൽ മൺഡേ നടന്ന മൺഡേ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ആ ഒരു കാര്യം. അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഫ്രൈഡേ, അതായത് ഫോറക്സ് മാർക്കറ്റ് മൺഡേ ടു ഫ്രൈഡേ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. സാറ്റർഡേ ആൻഡ് സൺഡേ ഓഫ് ആയിരിക്കും. ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ദിവസം നടന്ന പ്രൈസ് ആക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഞാൻ 4 hour എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യണത് ഓരോ 4 hourലും നടന്ന പ്രൈസ് ആക്ഷൻ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ കറൻറ്റ് 4 hourൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് ആക്ഷൻ. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 hour 5 minute കൂടി ഉണ്ട്. അപ്പോൾ ആ 1 hour 5 minute കൂടെ കഴിഞ്ഞ് ആ ഒരു 4 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് 4 hour ക്യാൻഡിൽ ഓപ്പൺ ചെയ്യും. ഇപ്പം ഞാനിവിടെ 1 minute എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ ക്യാൻഡിലും റെപ്രസെൻറ്റ് ചെയ്യണത് ഓരോ മിനിറ്റിൽ നടക്കുന്ന പ്രൈസ് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കറൻറ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു 20 seconds കൂടി ഉണ്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഓപ്പൺ ചെയ്തു, നേരെ താഴെ ഒന്ന് ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നേരെ മോളിൽ പോയി ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു. കറൻ്റിൽ ഇവിടെയാണ്. അപ്പോൾ ആ ഒരു ടൈം എൻഡ് ചെയ്താലേ ഇവിടെ ക്ലോസ് ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 8 7 6 5 3 2 1. ഓക്കെ, അത് എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്യണത് അവിടെ ആയിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ക്യാൻഡിൽ ക്ലോസ് ഈക്വൽ ടു നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സോ പ്രീവിയസ് ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്യണത് ആ ഒരു പ്രൈസിലായിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു, നേരെ മുകളിൽ പോയി ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇപ്പോൾ നേരെ താഴെ പോയി ലോ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഓപ്പൺ ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, നേരെ മുകളിൽ പോയി ഹൈ ക്രിയേറ്റ് ചെയ്തു, അവിടെ തന്നെ ക്ലോസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു, അവിടെ ഓപ്പൺ ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ ഓപ്പൺ ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 8 7 6 5 4 3 2 1 ഗോ. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു, അവിടുത്തെ ഇത് എവിടെയാണോ ക്ലോസ് ചെയ്തത് ആ ഒരു പ്രൈസിൽ തന്നെ നെക്സ്റ്റ് ക്യാൻഡിലും ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ടൈം ഫ്രെയിംസ് നമ്മൾ സ്വിച്ച് ചെയ്യണ ഈ ഒരു രീതിയിലാണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ടൈം ഫ്രെയിംസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്റ്റാർ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ വീക്ക്ലി യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, 4 hour യൂസ് ചെയ്യുന്നുണ്ട്, 15 minute യൂസ് ചെയ്യുന്നുണ്ട്, 1 minute യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽസ് ഇവിടെ ആ ഒരു ടൈം ഫ്രെയിംസിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് വന്നിട്ടുള്ള നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇട്ടിട്ടൊന്ന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രേഡിംഗ് വ്യൂവിൽ ആ ടൈം ഫ്രെയിംസ് സെലക്ട് ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റിനായിട്ട് ഞാൻ പ്രീവിയസ് സെഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് നമുക്ക് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യണത് എന്താണ്, ക്യാൻഡിൽസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ഓക്കെ, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ആൻഡ് പിന്നെ അതിൻ്റെ റൈറ്റിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് നമുക്ക് ചാർട്ടിലോട്ട് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ എനിക്കിവിടെ ഒരു സെഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണമെങ്കിൽ സെഷൻസ് സെർച്ച് ചെയ്യുക, ട്രേഡിംഗ് സെഷൻസ്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഞാൻ ആഡ് ചെയ്തു. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തപ്പോൾ ഇവിടെ കുറേ ബോക്സസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ജസ്റ്റ് ആ ഒരു സെഷൻസ് ഒന്ന് മാർക്ക് ചെയ്തതാണത്. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ ഇൻഡിക്കേറ്റേഴ്സിലോട്ടൊക്കെ നമുക്ക് പതിയെ പോവാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്ന പ്രൈസ് ആയിരിക്കും. ആൻഡ് ഈ ബോട്ടം സൈഡ് നമുക്ക് കാണാൻ പറ്റുന്നത് ടൈം ആൻഡ് ഡേറ്റ് ആയിരിക്കും. ടൈം ആയിരിക്കും നമുക്കിവിടെ ബോട്ടം സൈഡിന് കാണാൻ പറ്റുന്നത്, ഇവിടെ പ്രൈസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിനോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതായത് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ട്രെൻഡ് ലൈൻസ്, അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ട്രെൻഡ് ലൈൻസ്, അതായത് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് കാണാൻ പറ്റുന്ന ലൈൻസ് ആണ്. ലൈൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻസ് ഉണ്ട്. സോ ട്രെൻഡ് ലൈൻസ് ഇങ്ങനെ എന്താ പറയുക, ഈ ലൈൻസ് വെച്ചിട്ട് കണക്ട് ചെയ്യത്തില്ല. ഓക്കെ, മാർക്കറ്റിൻ്റെ ആ ഒരു പാത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ടൂൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 4 അവർ ചാർട്ട് നോക്കുവാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഒരു ഇവിടുന്ന് അത്യാവശ്യം സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ലോ, ഇവിടെ നിന്നൊക്കെ സപ്പോർട്ട് എടുത്ത് പ്രൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഒരു പാത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് ഈ ഒരു റേഞ്ചിൻ്റെ അകത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ജസ്റ്റ് ചാർട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരും. ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ജസ്റ്റ് അതൊന്ന് ഒരു 30 മിനിറ്റ്സ് ഈ ഒരു ട്രേഡിങ്ങിലൂടെ അകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആക്സസ് ആയിട്ട് ചാർട്ടിൽ തന്നെ ആ ഒരു ടൂള് കാര്യങ്ങൾ നമുക്ക് വരും. ഓക്കെ, പിന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റിമൂവ് ടു ഡ്രോയിങ്സ് കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ ട്രെൻഡ് ലൈൻ ടൂൾസ് ഉണ്ട്. പിന്നെ ഇവിടെ ഫോർകാസ്റ്റിംഗ് മെഷർമെൻറ്റ് ടൂൾസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ തൊട്ടേക്ക് നമുക്ക് വരാം. അത് ജസ്റ്റ് നമ്മൾ ആ ഒരു പൊസിഷൻസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത് ഇവിടെ ജിയോമെട്രിക് ഷേപ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ജിയോമെട്രിക് ഷേപ്സിൽ റെക്റ്റാങ്കിൾ ഉണ്ട്. സോ റെക്റ്റാങ്കിൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊന്ന് സ്റ്റാർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ സ്റ്റാർ ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മെയിനായിട്ട് എൻ്റെ ഒരു ട്രേഡിങ് സ്റ്റൈലിലോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ബ്രേക്കർ ബ്ലോക്സ്, അതായത് മെയിനായിട്ട് ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെക്റ്റാങ്കിൾ. അതായത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഏരിയാസ് സോൺസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ റെക്റ്റാങ്കിൾ. ഒക്കെ ഞാനിവിടെ ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു മീൻസ് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. എനിക്കിതൊരു ബ്രേക്കറായിരുന്നു, ബ്രേക്കറിനെ ബ്രേക്ക് ചെയ്തു, മീൻസ് അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്കറാവും. അപ്പോൾ മോസ്റ്റ്ലി ഇവിടെ നിന്ന് ഇവിടെ വരെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളൊരു നമ്മുടെ ഒരു ഏരിയാസും സോൺസും മാർക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റ് ടൂൾ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും അനോട്ടേഷൻസ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഓക്കെ ജസ്റ്റ് സ്വിങ് ഹൈ, ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും മാർക്കിങ്സ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ട്രേഡിംഗ് വീടകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ എനിക്ക് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എൻട്രി എടുക്കുന്നത് ഇതിൻ്റെ അകത്തല്ല, ഇത് ജസ്റ്റ് അനാലിസിസിന് കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. സോ നമ്മൾ എൻട്രി എടുക്കുന്നത് നമ്മുടെ ബ്രോക്കറുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ദെൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡെമോ അക്കൗണ്ടാണ് ചെയ്യണത്. അതിനുശേഷം മാത്രമേ നമ്മൾ ലൈവ് അക്കൗണ്ടിലോട്ട് പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് സെഷൻ്റെ അകത്തായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.